ഹലോ വെൽക്കം ടു ദ റോയൽ ഫുഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മത്തിയാണ്. മുളകിട്ട് മത്തിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നല്ല പച്ച മത്തി കിട്ടിയപ്പോഴേക്കും മത്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, പുളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മുളക്, സവോള, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാ ഒരു പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇപ്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എണ്ണയൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അല്പം കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഈ ഇഞ്ചി പൊട്ടി തീർന്ന ഉടനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉള്ളതിനെ ഇട്ട് ഉണ്ടാം. ഏതായിട്ടായിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി മൂത്ത് വരുമ്പോഴേക്കും ഈ കറിവേപ്പിലയും 2 കൊത്ത് കറിവേപ്പിലയും ഇതിനോട് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുക. ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് വരണം. അതിൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കാം. അപ്പോഴേക്കും പെട്ടെന്നത് വഴണ്ട് കിട്ടും. വഴട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം കാശ്മീരി മുളക് പൊടി, ഇതിലൂടെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം ഉലുവ പൊടി. പിന്നെ നന്നായിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നവരേക്കും ഒന്ന് ഇളക്കിയെടുക്കുക. ഇതെടുത്താൽ മതി, കരിഞ്ഞു പോകും മൊത്തം. ഇതിലോട്ട് ഇനി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി തക്കാളി, ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി കൂടെ ഇനി വഴണ്ട് വരണം. ഒന്ന് ഉടഞ്ഞു വരുമ്പോഴേക്കും ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർക്കാം. തക്കാളി ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് പുളി, നമ്മുടെ വാളംപുളിയാണ്, മറ്റേ പുളിയല്ല, വാളംപുളി, അതിനെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഗ്രേവി പോലെ ഇരുന്നോളൂ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി മീൻ മുങ്ങി നിൽക്കാൻ കണക്കിനുള്ള അത് എത്ര മീനുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നുള്ളിന് മാത്രം ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർക്കാം. ഇതിനെ നന്നായിട്ട് കൊടുക്കുക. ഇത് മൂടി വെച്ച് തിളയ്ക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം വേണം നമുക്ക് മീനിടാനായിട്ട്. തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം മീൻകറി ഇതാ തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഈ മീനിനെ പറക്കിയിടാം. ഇത് ഉപ്പുണ്ടോ നോക്കി നോക്കട്ടെ. ഒന്ന് കുറച്ച് വെച്ചു മതി. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ നോക്കി നോക്കട്ടെ. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിനി ഇതിലോട്ട് ഈ മീനിനെ ഒക്കെ പറക്കിയിടാം. ഇതിനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, അല്പം ഒരു കൊത്ത് കറിവേപ്പില കൂടെ ഇതിലൂടെ ഇട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ച് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, സൈഡൊന്നും പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവുമ്പോഴേക്ക് ഇറക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടോ നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇന്ന് ചാറ് കുറച്ചുകൂടെ കുറയ്ക്കണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിരുന്നാൽ മതി. നിങ്ങളതിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ ഇറക്കാം. പിന്നെ ഇനി തീ അണച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ സാധനം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് ഈ പ്ലേറ്റിലോട്ട് വെച്ച് കഴിച്ച് നോക്കാം. ഇങ്ങനെ ഉണ്ടെന്ന് ഉണ്ടോ? ഇത് വന്നിട്ടുണ്ട്. സൂപ്പർ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ വരും. ഞാൻ നിജു. ഗുഡ് ബൈ.